നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവരും എഴുന്നേറ്റ് വരുന്ന ഒരു സമയമായിരിക്കും. ഏതായാലും ഇന്നത്തെ ദിവസം എല്ലാവരുടെയും സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ്. അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. US പിടിച്ചെടുത്ത വെനസ്വേലയുടെ എണ്ണക്കപ്പലിൽ 3 ഇന്ത്യക്കാരും. സ്ഥിതി നിരീക്ഷിച്ച വിദേശകാര്യ മന്ത്രാലയം. വെനസ്വേലൻ എണ്ണ വിൽപ്പന അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രിക്കുമെന്ന് അമേരിക്ക. ഗ്രീൻലൻഡിനെ ആക്രമിച്ചാൽ സൈനികമായി മറുപടി നൽകുമെന്ന് ഡെൻമാർക്ക്. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമാകുന്നു. ഇതുവരെ 45 പേർ കൊല്ലപ്പെട്ടു. രാജ്യവ്യാപകമായ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി. പശ്ചിമ ബംഗാളിൽ ED മമത പോര്. ഐപാക് ഓഫീസിലെ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്ന് മമത. ഇന്ന് കൊൽക്കത്തയിൽ പ്രതിഷേധം. തൃണമൂലിന്റെയും EDയുടെയും ഹർജികൾ ഇന്ന് കൊൽക്കത്ത ഹൈക്കോടതി. വിജയ് ചിത്രം ജനനായകന്റെ വിധി ഇന്ന്. സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരായ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി തീരുമാനം പറയും. ചിത്രം സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഇടതുമുന്നണി യോഗം ഇന്ന്. ഘടകകക്ഷികളുടെ അഭിപ്രായം കേൾക്കാൻ CPM. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രാഥമിക ചർച്ചയും നടക്കും. ബംഗ്ലാദേശിൽ ഹിന്ദുമത വിശ്വാസിയുടെ കൊലപാതകത്തിൽ മുൻ മദ്രസ അധ്യാപകൻ പിടിയിൽ. അറസ്റ്റിലായ യാസിൻ അറാഫത്ത് ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിലെ മുഖ്യപ്രതി. മൃതദേഹം വലിച്ചൊഴിച്ച് തീ കൊളുത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചത് യാസിൻ. PV അൻവറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ED അൻവറിനെ ചോദ്യം ചെയ്തത് 11 മണിക്കൂർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇനിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് സൂചന. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാളിൽ ED മമത പോര്. തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രസ്ഥാപനമായ ഐപാക്കിന്റെ ഓഫീസിലും ഡയറക്ടർ പ്രദീപ് ജെയിനിന്റെ വീട്ടിലും ED നടത്തിയ റെയ്ഡും പിന്നാലെ റെയ്ഡ് നടക്കുന്നിടത്തേക്ക് മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ടെത്തിയതുമാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ED നടപടികൾ രാഷ്ട്രീയ പ്രേരിതമെന്നാരോപിച്ച് മമതാ ബാനർജി ഇന്ന് കൊൽക്കത്തയിൽ പ്രതിഷേധിക്കും. തൃണമൂലിന്റെയും EDയുടെയും ഹർജി കൊൽക്കത്ത ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, മമതാ ബാനർജി കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. ED മമതാ പോര് കടുക്കുകയാണോ? അതെ അനിശ്ചയ, അങ്ങനെ വേണം വിലയിരുത്താൻ. കാരണം കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ ഇത്തവണ ഏത് വിധേനയും ഭരണം പിടിക്കും എന്ന നിലപാടിലാണ് BJP. കാരണം കഴിഞ്ഞ 15 വർഷമായി തൃണമൂൽ കോൺഗ്രസ് ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. BJP ആകട്ടെ ഇത്തവണ ബംഗാൾ പിടിക്കാൻ കഴിയുമെന്നൊരു വലിയ പ്രതീക്ഷയും പുലർത്തുന്നുണ്ട്. ഇതിനിടയിലാണ് പുതിയ നീക്കങ്ങൾ, രാഷ്ട്രീയ വിവാദം, പ്രത്യേകിച്ച് ED റെയ്ഡുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ വിവാദം പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെയാണ് പ്രദീപ് ജെയിനിൻ്റെ വസതിയിലും ഓഫീസിലും EDയുടെ റെയ്ഡ് നടന്നത്. പ്രദീപ് ജെയിൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ഐപാക്കാണ്. ഒപ്പം തൃണമൂലിൻ്റെ IT വിഭാഗം കൈകാര്യം ചെയ്യുന്നതും ഐപാക്കാണ്. ഇന്നലെ പ്രദീപ് ജെയിനിയുടെ വസതിയിലും ഒപ്പം തന്നെ ഓഫീസിലും ഇതിന് പുറമെ ഡൽഹിയിലടക്കം രാജ്യത്തെ 15 കേന്ദ്രങ്ങളിലാണ് EDയുടെ റെയ്ഡ് നടന്നത്. ED പറയുന്നത് കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രദീപ് ജെയിനിൻ്റെ ഓഫീസിലും വസതിയിലും റെയ്ഡ് നടന്നത് എന്നാണ്. ഈ റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ ആദ്യം ഓഫീസിലേക്കും പിന്നീട് പ്രദീപ് ജെയിനിൻ്റെ വീട്ടിലേക്കും മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ നേരിട്ട് എത്തുകയായിരുന്നു. മമത ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തന്ത്രങ്ങൾ, ഒപ്പം സ്ഥാനാർത്ഥികൾ ആരൊക്കെ ഏതൊക്കെ മണ്ഡലത്തിൽ സംബന്ധിച്ച നിർണായക രേഖകൾ, ആ രേഖകൾ ED പിടിച്ചെടുത്തു എന്ന ആരോപണമാണിപ്പോൾ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഉന്നയിക്കുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയ നീക്കമാണ് കേന്ദ്രം ഇപ്പോൾ നടത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ അവർ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ അമിത്ഷാ നേരിട്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു എന്ന ആരോപണം മമതാ ബാനർജി ഇന്നലെ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, താൻ ഇത്തരത്തിൽ BJPയുടെ ഓഫീസ് റെയ്ഡ് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന ചോദ്യം കൂടി മമത ഉയർത്തുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഇതിനെ മാറ്റുകയാണ് ഇപ്പോൾ മമതാ ബാനർജി. ഇന്നലത്തെ പ്രതികരണം
കൊണ്ടും മമത ഏതായാലും അവസാനിപ്പിക്കുന്നില്ല. ഇന്ന് മമതാ ബാനർജി വലിയ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാദവ്പൂരിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹസ്രേ മൊറയിലേക്കാണ് മമതാ ബാനർജി ഇന്ന് ഉച്ചയ്ക്ക് പ്രതിഷേധ മാർച്ച് നടത്തുക. അങ്ങനെ ED റെയ്ഡ്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി വേട്ടയാടൽ ഏത് വിധേനയും ബംഗാൾ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഏതായാലും തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഉന്നയിക്കുന്നത്. മറുവശത്ത് ED ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രദീപ് ജെയിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചോർത്താനുള്ള നീക്കമല്ല ED നടത്തിയത്, മറിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റെയ്ഡ് നടത്തിയെന്ന വാദമാണ്, അല്ലെങ്കിൽ അത്തരമൊരു നിലപാടാണ് ED ആവർത്തിക്കുകയും ചെയ്തത്. ഏതായാലും കൽക്കട്ട ഹൈക്കോടതിക്ക് മുമ്പാകെ നിരവധി ഹർജികൾ എത്തിയിട്ടുണ്ട്. ഒന്ന് EDയുടേതാണ്, മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഐപാക്കും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിൽ ED പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ അനുവദിക്കണം. അതിന് പക്ഷേ നിലവിൽ സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കുന്നുവെന്നാണ് EDയുടെ പ്രധാനപ്പെട്ട വാദം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു വിവരങ്ങളും കോടതിയെ അറിയിക്കുമെന്നാണ് ED ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ ഏജൻസികളെ നേരത്തെയും രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അത് വീണ്ടും അത്തരം നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. രാഷ്ട്രീയമായ ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ED റെയ്ഡ് എന്നാണ് തൃണമൂലിൻ്റെ ആരോപണം. ഐപാക്കും ഏതായാലും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് കോടതിയുടെ നിലപാട് എന്ത്, കൽക്കട്ട ഹൈക്കോടതിയുടെ നിലപാട് എന്ത് എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഇന്ന് 11 മണിയോടുകൂടി ഈ ഹർജി കൽക്കട്ട ഹൈക്കോടതി പരിഗണിക്കും. ഒപ്പം രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. അനുശ്രീ. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US പിടിച്ചെടുത്ത വെനസ്വേലയുടെ എണ്ണക്കപ്പലിൽ 3 ഇന്ത്യക്കാരും. അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 100ഓളം മരണമുണ്ടായെന്ന് വെനസ്വേലയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇതിനിടെ വെനസ്വേലൻ എണ്ണ വിൽപ്പന അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതാ 3 ഇന്ത്യക്കാർ കൂടി ആ കപ്പലിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുഴുവൻ 28 ജീവനക്കാരായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുശ്രീ പറഞ്ഞതുപോലെ ഏതായാലും സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള വെനസ്വേലയുടെ എണ്ണക്കപ്പൽ US പിടിച്ചെടുത്തത്. 2 ആഴ്ചയോളം ഈ കപ്പൽ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ അന്തർവാഹിനിയുടെ അകമ്പടിയിൽ പോയ റഷ്യൻ അന്തർവാഹിനിയുടെ അകമ്പടി ഈ കപ്പലുണ്ടായിരുന്നു. മറിനേര എന്ന വെനസ്വേലൻ എണ്ണക്കപ്പലാണ് US പിടിച്ചെടുത്തത്. ഈ വിഷയം ഇന്നലെ തന്നെ ഈ വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയത്. 28 ജീവനക്കാരാണ്. അതിൽ 3 ഇന്ത്യക്കാരുണ്ട്. 17 യുക്രൈൻ സ്വദേശികളാണ് ഇതിലുള്ളത്. ഒപ്പം 2 റഷ്യക്കാർ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം എത്രയും പെട്ടെന്ന് തങ്ങളുടെ പൗരന്മാരെ മോചിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും ലോകരാജ്യങ്ങൾ ഏറെ ആശങ്കയോടെ കാണുന്ന അമേരിക്കയുടെ അധിനിവേശം അത് വെനസ്വേലയുടെ അതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വെനസ്വേലയുടെ എണ്ണ വിൽപ്പന അത് പൂർണ്ണമായും നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അമേരിക്കയ്ക്കുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇനിയും വെനസ്വേലയുടെ എണ്ണ വിൽപ്പന നിയന്ത്രിക്കുക തങ്ങളായിരിക്കുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം ട്രംപ് പറഞ്ഞു വെക്കുന്നത് വെനസ്വേല ഇനി പൂർണ്ണമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രമാകും വാങ്ങുക എന്നുള്ളതാണ്. അതും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു രാജ്യത്തെ എങ്ങനെ പൂർണ്ണമായും തങ്ങളുടെ ചൊൽപ്പടിക്കാക്കാമോ അത്തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ബുധനാഴ്ച പുലർച്ചെയാണ് മാരിനേര എന്ന കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തത് എന്നുള്ളതാണ്. ഫെഡറൽ കോടതിയുടെ അനുമതിയോടെ കപ്പലിൽ പ്രവേശിച്ചു എന്നാണ് അമേരിക്കയുടെ ഇപ്പോഴുള്ള വിശദീകരണവും മറ്റും പുറത്തു വരുന്നത്. ഒപ്പം മറ്റൊരു കാര്യം, 2ാമത്തെ കപ്പൽ, 2 കപ്പലുകൾ മൊത്തം അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിരുന്നു. 2ാമത്തെ കപ്പൽ പനാമയുടെ പതാകയേന്തിയ MS സോഫിയ, അത് കരീബിയൻ കടലിൽ നിന്നാണ് US കസ്റ്റഡിയിൽ എടുത്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനമാണ് അമേരിക്ക നടത്തുന്നത് എന്നുള്ള ആശങ്കയൊക്കെ ലോകരാജ്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്, നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വെനസ്വേലൻ ആക്രമണം അമേരിക്കയുടെ, അതിൽ 28ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിൽ ഏതാണ്ട് 22ഓളം ആളുകൾ ക്യൂബൻ സൈനികരായിരുന്നു എന്നും ക്യൂബ വ്യക്തമാക്കിയ പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വെനസ്വേലയുടെ ആഭ്യന്തരമന്ത്രി അറിയിക്കുന്ന അനുസരിച്ച്
ഈ ഓപ്പറേഷനിൽ ഏതാണ്ട് 100ഓളം ആളുകൾ, സാധാരണക്കാർ ഉൾപ്പെടെ ഏതാണ്ട് 100ഓളം ആളുകളെ അമേരിക്ക കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഇതുവരെ ഇത്തരത്തിൽ ഒരു വിവരം വെനസ്വേല പുറത്തുവിട്ടിരുന്നില്ല. എത്ര പൗരന്മാർ വധിക്കപ്പെട്ടു എന്ന കാര്യത്തിലൊന്നും ഒരു വിവരം പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ നിക്കോളാസ് മഡുറോയെ പുറത്താക്കിയപ്പോൾ 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിക്കോളാസ് മഡുറോയുടെ കാലിന് പരിക്കേറ്റു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവിടുന്നു. ഒപ്പം മഡുറോയ്ക്ക് അറസ്റ്റിലായ ഭാര്യ സിലിയ ഫ്ലോറസിന് തലയ്ക്ക് പരിക്കേറ്റുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വെനസ്വേലയുടെ ആഭ്യന്തരമന്ത്രി ദിയോസ്ഡാഡോ കാബല്ലോ ആണ് ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നത്. അത് വേറെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് അത്രയധികം കാഷ്വാലിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതും ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പൂർണ്ണമായും വെനസ്വേല എന്ന രാജ്യത്തെ നിയന്ത്രണത്തിലാക്കാൻ അത് ഏതു മാർഗവും സ്വീകരിക്കും എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം വെനസ്വേല ഇനി മുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുമെന്നുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തുന്നതും ഈ ആക്രമണം അല്ലെങ്കിൽ അധിനിവേശം തുടരും എന്നതിൻ്റെ സൂചന തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ഈ പുതിയ എണ്ണ ഇടപാട് ഇനി അമേരിക്കൻ നിയന്ത്രണത്തിലായിരിക്കും പൂർണ്ണമായും എണ്ണ. അതിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങാവൂ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്ക അതിശക്തമായി തുടരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഗ്രിഡ്, ഊർജ്ജ സൗകര്യങ്ങൾ എന്നുള്ള മേഖലകളിലേക്കൊക്കെ വ്യാപാരം വർദ്ധിപ്പിക്കും എന്നും ട്രംപ് പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് UN സംഘടനകൾ ഉൾപ്പെടെ 66ഓളം രാജ്യാന്തര സഖ്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഈ സഖ്യങ്ങൾ അനാവശ്യമാണെന്നും പണച്ചിലവുള്ളതാണെന്നും US താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും മറ്റുമാണ് ട്രംപിൻ്റെ നിലപാട്. അത് അത്തരത്തിലുള്ള നിരവധി സഖ്യങ്ങളിൽ നിന്ന് പിന്മാറുന്ന പശ്ചാത്തലം ചേർത്ത് വെക്കണം. അങ്ങനെ ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UN-നുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള അനുസരണയ്ക്കും തങ്ങളില്ല എന്ന് വ്യക്തമാക്കി തന്നെയാണ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും മുന്നോട്ടുള്ള പോക്ക്. അനുശ്രീ, രഞ്ജിത്ത്, അതുപോലെ തന്നെ ഈ US ഉപരോധം ലംഘിച്ച് എണ്ണ വ്യാപാരം നടത്തിയിട്ടുള്ള കപ്പലാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ US-ന്റെ നടപടികൾ കൂടുതൽ കടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ കപ്പലിലുള്ളവരുടെ മോചനം അത് എത്രത്തോളം വേഗത്തിൽ സാധ്യമാകാനുള്ള സാധ്യതയുണ്ട്? അതായത് 6 ജോർജിയൻ സ്വദേശികൾ, 17 യുക്രൈൻ സ്വദേശികൾ, 3 ഇന്ത്യക്കാർ, 2 റഷ്യക്കാർ, ഇങ്ങനെ 28 പേരാണ് ഈ കപ്പലിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. US-ന്റെ ഉപരോധം ലംഘിച്ച് എണ്ണ വ്യാപാരം നടത്തി എന്നുള്ളതാണ് ഈ കപ്പലിനെതിരെ ഉണ്ടായിരിക്കുന്ന US ഉന്നയിക്കുന്ന ആക്ഷേപം എന്നുള്ളതാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US സൈന്യം, യൂറോപ്യൻ കമാൻഡ് 2 ആഴ്ചയിലേറെ ഈ തെരച്ചിൽ നടത്തുകയായിരുന്നു ഈ കപ്പലുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഐസ്ലൻഡ് തീരത്ത് നിന്ന് 222 കിലോമീറ്റർ അകലെ വെച്ചാണ് ഈ കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റും ചെയ്തത്. ഇതൊക്കെ അമേരിക്ക പറയുന്നത് തങ്ങൾ പൂർണ്ണമായും എണ്ണ വ്യാപാരം നടത്തുക, വെനസ്വേലയുടെ എണ്ണ വ്യാപാരം തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും, വെനസ്വേലയ്ക്ക് ഏകപക്ഷീയമായി അല്ലെങ്കിൽ അവരുടെ വ്യാപാര കാര്യങ്ങളിൽ ഇനി ഇടപെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്ര നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും എണ്ണ അത് നിയന്ത്രിക്കുക തങ്ങളായിരിക്കും. ഇപ്പോൾ വെനസ്വേലയുടെ കയ്യിൽ സ്റ്റോക്കുള്ള എണ്ണ വിൽപ്പന അടക്കം നിയന്ത്രിക്കുക തങ്ങളായിരിക്കും. തങ്ങൾ പറയുന്ന രാജ്യങ്ങൾക്ക്, തങ്ങൾ പറയുന്ന കമ്പനികൾക്ക് മാത്രമാണ് എണ്ണ നൽകാനുള്ള അനുവാദം അമേരിക്ക നൽകുക എന്നുള്ളതാണ്. അവിടുത്തെ താൽക്കാലിക പ്രസിഡന്റ് ഈ വിഷയത്തിലൊക്കെ ചില പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിശക്തമായ നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ട് പോവുകയാണ്. ഇനിയും അത്തരത്തിൽ നീക്കങ്ങൾ ഉണ്ടായാൽ ആ കപ്പലുകൾ പിടിച്ചെടുക്കുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കപ്പലിൻ്റെ ചുറ്റും ഹെലികോപ്റ്റർ, അമേരിക്കൻ ഹെലികോപ്റ്ററുകളും മറ്റും US കോസ്റ്റ് ഗാർഡും മറ്റും പറക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും മറ്റും ചെയ്തിരുന്നു. റഷ്യൻ TV ആണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ബെല്ല 1 എന്ന പേരിൽ അറിയപ്പെടുന്ന കപ്പൽ അടുത്തിടെയാണ് ഈ ബർണേര എന്ന പേര് മാറ്റിയത്. ഈ കപ്പൽ കമ്പനികളോട്, ഈ എണ്ണ കമ്പനികളോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളും മറ്റും എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ. ഈ രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ എല്ലാ തരത്തിലും ഉണ്ടാകുമെന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ജീവനക്കാരെ മോചിപ്പിച്ചുകൊണ്ട് കപ്പൽ പൂർണ്ണമായും തങ്ങൾ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമമാകാം അമേരിക്ക നടത്തുക. അത്തരം നീക്കങ്ങളാണ്. പക്ഷേ യുക്രൈനും റഷ്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഏത് നീക്കവും നടത്തും എന്നാണ് റഷ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ അമേരിക്കയുടെ വെനസ്വേലൻ അധിനിവേശം മറ്റ് രാജ്യങ്ങളുടെ ആശങ്ക സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ അനുശ്രീ ഉരുത്തിരിഞ്ഞു വരുന്നത്.
രഞ്ജിത്ത്, ഈ എണ്ണ വ്യാപാരം അനിശ്ചിത കാലത്തേക്ക് നിർത്തലാക്കുമെന്ന ഒരു മുന്നറിയിപ്പ് US നൽകുന്നുണ്ട്. അത് എത്ര കാലത്തേക്കായിരിക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണ്? തീർച്ചയായും ഇനി മുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രം, അതായത് ഇത്ര പരിധി വെച്ചേക്കാണ് അമേരിക്ക വെനസ്വേലയ്ക്ക് ഇത്ര ബാരൽ എണ്ണ മാത്രമാണ് ഇനി വിൽക്കാനുള്ള അനുമതി. അതും തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന രാജ്യങ്ങൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികൾക്ക് മാത്രം എണ്ണ വിൽപ്പന. നമുക്കറിയാം, ഈ ഉപരോധം കാരണം ലോകത്ത് വലിയ എണ്ണ ശേഖരമുള്ള വെനസ്വേല ഈ അമേരിക്കൻ ഉപരോധവും മറ്റും കാരണം വലിയ ദാരിദ്ര്യത്തിലേക്ക് മാറിയ പശ്ചാത്തലമുണ്ടായിരുന്നു. എണ്ണയുണ്ടായിട്ടും അത് വിൽക്കാനുള്ള പശ്ചാത്തലം നമുക്കറിയാം. അവരുടെ പ്രധാനപ്പെട്ട എണ്ണ വ്യാപാരി എന്ന് പറയുന്നത്, എണ്ണ വാങ്ങുന്നത് പ്രധാനമായും ചൈനയെ പോലെയുള്ള രാജ്യങ്ങളാണ്. ക്യൂബ എണ്ണ വാങ്ങുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് എണ്ണ വിൽപ്പന പൂർണ്ണമായും നിരോധിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ മഡൂറോ നടത്തി വരുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എണ്ണ പൂർണ്ണമായും വിൽക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലമാണ് അമേരിക്ക അവിടെ സൃഷ്ടിച്ചു വെച്ചിരുന്നത്. ഇത് അമേരിക്കയുടെ ലക്ഷ്യം നേരത്തെ തന്നെ പറയുന്നുണ്ട്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വെനസ്വേലയുടെ വൻ എണ്ണ സമ്പത്ത് തന്നെയാണ്. ഇത് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുക എന്ന ലക്ഷ്യം അമേരിക്കയുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതനുസരിച്ച് അമേരിക്ക നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായും ഇത്തരം കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ഈ എണ്ണ വിൽക്കുന്ന പണം, അമേരിക്ക അനുവദിക്കുന്ന ക്വാണ്ടിറ്റി എണ്ണ വിൽക്കുന്ന പണം പൂർണ്ണമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാൻ ഉപയോഗിക്കണം എന്ന ശക്തമായ നിർദ്ദേശം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് വീണ്ടും ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള അധിനിവേശം, വലിയ തോതിലുള്ള നിയന്ത്രണം വെനസ്വേലയ്ക്ക് മേൽ ഏർപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുശ്രീ. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമാകുന്നു. ഇതുവരെ 45 പേർ കൊല്ലപ്പെട്ടു. രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്കെതിരെയും റസ പഹ്ലാവിക്ക് അനുകൂലവുമായാണ് പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴിതാ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിക്കെതിരെ കൂടുതൽ പ്രക്ഷോഭകർ തിരിയുന്നു. സാഹചര്യം കൂടുതൽ രൂക്ഷമാവുകയാണല്ലേ? അനുസരിച്ച് തീർച്ചയായും ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഇറാനിലെ സ്ഥിതി അതിസങ്കീർണമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിരവധി പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതുവരെ ഈ ഒരു പ്രതിഷേധത്തിൽ, ഈ ഒരു ഏറ്റുമുട്ടലിൽ 45 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ഈ പ്രക്ഷോഭകർക്കെതിരെ അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാർക്ക് നേരെ അവർക്കെതിരെ ആക്രമണം തുടർന്നാൽ അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇറാനിൽ തങ്ങളുടെ ഇടപെടലുണ്ടാകും. അതിൻ്റെ ശക്തമായ ഒരു തിരിച്ചടി തങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ള ചില മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴും വീണ്ടും വ്യാപകമായ തോതിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നതും നിരവധി പേർ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അനുസരിച്ച് ഇപ്പോൾ മറ്റൊരു ചില അഭ്യൂഹങ്ങൾ കൂടി ശക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അതായത് ഒരു സൈനിക നടപടിയിലേക്ക് ഇറാനെ ലക്ഷ്യമാക്കി മധ്യപൂർവ്വദേശത്തിലേക്ക്, മധ്യേഷ്യയിലേക്ക് ഇത്തരത്തിൽ US യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങളുണ്ട്. അത് ഇറാനെ ലക്ഷ്യമാക്കി തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ചില അഭ്യൂഹങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്ത് വന്നതെങ്കിൽ, അതായത് 14C-17 ഗ്ലോബ് മാസ്റ്റർ കാർഗോ ജെറ്റുകളും 2 സായുധ AC-130J ഗ്ലോബ്സ് റൈഡർ ഗൺഷിപ്പുകളും ബ്രിട്ടനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പ്രകാരം. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്കു വിമാനമായ C-5, C-17 എന്നീ വിമാനങ്ങളും യുദ്ധ വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും ഈ ഒരു സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ബ്രിട്ടനിലെ RAF ഫെയർഫോർഡ്, മൈൽ ഡാൻഹാൾ, ലേക്കൻ ഹീത്ത് എന്നീ വ്യോമതാവളങ്ങളിലാണ് US വിമാനങ്ങൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും US സൈനിക നീക്കത്തിന് ഉപയോഗിക്കുന്ന വ്യോമതാവളങ്ങളാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. ബ്രിട്ടനിലെ എത്തിയ വിമാനങ്ങളിൽ പലതും അമേരിക്കയുടെ 160, അതായത് 160ാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയൻസ് റെജിമെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലൊരു സൈനിക നടപടികൾ ഉണ്ടായാൽ അതിന് പൂർണ്ണമായും സജ്ജരായി അമേരിക്ക മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇത് നൽകുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്
അമേരിക്കയെ സംബന്ധിച്ച് അയത്തുള്ള അലി ഖമനേയി തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഖമനേയിയെ പിടികൂടുക എന്നുള്ളതാണ് ദീർഘകാലമായി അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു നീക്കമൊക്കെ ഇതിനു മുമ്പൊക്കെ ഉണ്ട് എങ്കിൽ പോലും തന്നെ അത് പിന്നീട് അതൊന്ന് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ് കിട്ടിയ അവസരമാണ്. ഈ ഒരു പ്രക്ഷോഭം അത് കൂടുതൽ സങ്കീർണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും ഇവർക്കെതിരെ ഒരു ഏതെങ്കിലും തരത്തിൽ മറ്റ് നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ആ രീതിയിൽ അത് തങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമായി കണക്കാക്കിക്കൊണ്ട് ഒരു സൈനിക നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് US-ന്റെ ഒരു പ്രഖ്യാപന നയമായി മാറിയിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ഈ വിഷയത്തിൽ അതായത് ഏതെങ്കിലും തരത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭകർ ഇത്തരത്തിൽ ആക്രമണം തുടർന്നാൽ അല്ലെങ്കിൽ സേനയുമായി ഏറ്റുമുട്ടൽ തുടർന്നാൽ അവർക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും. അതായത് ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന തരത്തിൽ ഇവിടുത്തെ ജനങ്ങളായാലും ഇങ്ങനെ ഈ രീതിയിൽ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോയാൽ അതിൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇറാൻ ജുഡീഷ്യറി ഇത് സംബന്ധിച്ച് ചില ഉത്തരവുകൾ, നിർണായകമായിട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ 45 പേർ കൊല്ലപ്പെട്ട തരത്തിലേക്ക് പോയി. ഇറാനെ സംബന്ധിച്ച് ചരിത്രത്തിലെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. 31 പ്രവിശ്യകളിൽ ഏതാണ്ട് 29 പ്രവിശ്യകളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അലയടിക്കുന്നുണ്ട്. അത് ആദ്യഘട്ടങ്ങളിൽ ടെഹ്റാനിൽ മാത്രം തുടങ്ങിയ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭമാണ് അതിപ്പോൾ രാജ്യമെമ്പാടും കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും ഇത് ശമിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവരുമായി ഒരു കൂടിയാലോചന നടത്താനോ ഇതിൻ്റെ തോത് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു ഇൻഫ്ലേഷൻ അതിൻ്റെ ആ തോത് വർദ്ധിപ്പിക്കാനോ തോത് കുറയ്ക്കാനോ സംബന്ധിച്ചുള്ള ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. അതായത് സ്വാഭാവികമായും നമ്മളായാൽ തന്നെയും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു രൂപയുടെ മേൽ ഇങ്ങനെ ഒരു മൂല്യത്തകർച്ച ഉണ്ടായാൽ, നമുക്കും ഇത്തരത്തിൽ ഫുഡ് ലഭിക്കാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ സ്വാഭാവികമായും ആളുകൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങും, വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതുതന്നെയാണ് ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ദരിദ്രമായ അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നു. ഭക്ഷണം കിട്ടാനില്ല, മരുന്നുകൾ കിട്ടാനില്ലാത്ത വലിയ ദുരവസ്ഥ. അതുതന്നെയാണ് ഈ ജനങ്ങളെയെല്ലാം തെരുവിലേക്ക് ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. ഖമനേയി ഭരണകൂടം താഴെ വീഴുക അല്ലെങ്കിൽ ഖമനേയിയെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള വളരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭകാരികൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നതെന്നുള്ളതാണ്. ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവിടുത്തെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഈ ഒരു സൈനിക നീക്കങ്ങൾ അത് വലിയ രീതിയിൽ കനത്ത തിരിച്ചടി തന്നെയാകുമെന്നുള്ളൊരു വിലയിരുത്തൽ ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചുണ്ട്, ഖമനേയിയെ സംബന്ധിച്ചുണ്ട്. ഖമനേയി നേരത്തെ ഇത്തരത്തിൽ റഷ്യയിലേക്കൊക്കെ പലായനം ചെയ്യുന്നു, അവിടേക്ക് സുരക്ഷിത സ്ഥാനം തേടി പോകുന്നു എന്നുള്ള രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊക്കെ ഇറാൻ ഭരണകൂടം തള്ളുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി എന്ത് നടപടിയാണ് ഖമനേയിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഇത് തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. വിജയ് ചിത്രം ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരായ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് BT ആശ രാവിലെ 10:30 വിധി പറയുക. ചിത്രം നിലവിൽ സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അതേസമയം ശിവകാർത്തികേയൻ നായകനായ സുധാ കൊങ്കരയുടെ പരാശക്തി എന്ന ചിത്രത്തിനും ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. ചിത്രത്തിന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച തിരുത്തലുകൾ സ്വീകാര്യമല്ലെന്ന് സംവിധായിക അറിയിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ ഉടമസ്ഥതയിലുള്ള റെഡ് ജയൻ മൂവീസിനാണ് പരാശക്തിയുടെ വിതരണാവകാശമുള്ളത്. MJ മിഥുൻ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോൾ 2 സിനിമകളുടെ റിലീസാണ് അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത്. ഇതിൽ രണ്ടിലേക്കും രാഷ്ട്രീയം കൂടെ കടന്നു വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അനുശ്രീ, ലോകമെമ്പാടും വിജയ് ചിത്രം ജനനായകൻ വിജയെ സംബന്ധിച്ച ഈ തന്റെ കരിയറിലെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രമായാണ് ഈ ഒരു ജനനായകൻ എന്ന സിനിമയെ കണക്കാക്കുന്നത്. അത്തരത്തിൽ ആരാധകർ വലിയ രീതിയിൽ നെഞ്ചേറ്റിക്കൊണ്ട് അവസാന ചിത്രം അത്തരത്തിൽ കാണാൻ വേണ്ടിയിരുന്ന് മുൻകൂട്ടി തന്നെ ഈ പ്രീ ബുക്കിംഗ് ഒക്കെ എടുത്ത് ആരാധകർ ഇന്ന് സിനിമാ തിയേറ്ററുകളിലേക്ക് വരാനിരിക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ചിത്രത്തിന് മേൽ ഉണ്ടാകുന്നത്. സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു പരാതി പോവുകയും അത് പിന്നീട് കോടതി നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നത്. കോടതി ഇന്ന് വിധി പ്രസ്താവിക്കുമെന്ന് അറിയിച്ചതുകൊണ്ട് തന്നെയാണ് ഇന്ന് സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിവരം ഔദ്യോഗികമായി ഇത്തരത്തിൽ പ്രൊഡക്ഷൻ കമ്പനി തന്നെ വ്യക്തമാക്കുകയും ചെയ്ത് ഇതുമൂലം വലിയ രീതിയിലുള്ള നഷ്ടം ഈ കമ്പനിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 50 കോടിയോളം രൂപ ആഗോള തലത്തിൽ തന്നെ അത്തരത്തിൽ 50 കോടിയോളം രൂപയുടെ ടിക്കറ്റ് വിൽപ്പന ഏതാണ്ട് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഈ ടിക്കറ്റുകളൊക്കെ തിരികെ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, ഇതിന്റെ തുക തിരികെ നൽകാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ചിത്രം ഇനി എന്ന് റിലീസ് ആകും എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതായത് പൊങ്കലിന് മുമ്പ് ഈ മാസം 14 അല്ലെങ്കിൽ ഈ മാസം 23 ഇനി റിലീസ് ചെയ്യാമെന്നുള്ളൊരു
തീരുമാനത്തിലേക്കാണ് പ്രൊഡക്ഷൻ കമ്പനി പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് വിധിയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാവിലെ 10:30 മദ്രാസ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചുള്ള വിധി പ്രസ്താവിക്കുക. പി ടി ആശ അധ്യക്ഷയായ ബെഞ്ചാണ്, ജസ്റ്റിസ് പി ടി ആശ അധ്യക്ഷയായിട്ടുള്ള ബെഞ്ചാണ് ഈ വിഷയം പരിഗണിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്നതിനിടെ ജസ്റ്റിസ് ചില ചോദ്യങ്ങൾ ഇത്തരത്തിൽ സെൻസർ ബോർഡിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് ഈ വിഷയം കൈമാറി എന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ പറയുന്ന പോലെ തന്നെ ഈ സെൻസർ ബോർഡിന് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം എങ്ങനെ ഒരു പരാതിക്കാരൻ ഈ സെൻസർ ബോർഡിലുള്ള അംഗത്തിന് ഇങ്ങനെ ഒരു പരാതിക്കാരനായി രംഗത്ത് വരാൻ സാധിക്കുന്നു? അതൊരു അനാരോഗ്യമായിട്ടുള്ള സവിശേഷതയാണ്, അതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന രീതിയിലുള്ള ചില പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ US സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് തൊട്ടു മുമ്പ് വരെ എപ്പോൾ വേണമെങ്കിലും ഈ ഇത്തരത്തിൽ CBFC ചെയർമാന് എപ്പോൾ വേണമെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടാം, സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാമെന്നുള്ളത് തന്നെയാണ് നിലവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകൾ ഏതാണ്ട് 50ഓളം ഉണ്ട്. അവ മ്യൂട്ട് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് സെൻസർ ബോർഡ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, 16ഓളം അതായത് ഈ ഫൈറ്റുകൾക്കിടയിൽ ഏതാണ്ട് 16ഓളം വയലൻസ് ഉള്ള ചില ഫൈറ്റുകളുണ്ട്, ചില സീനുകളുണ്ട്. അവയൊക്കെ കത്രിക വെക്കണമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായും കോടതി അംഗീകരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ സെൻസർ ചെയ്ത് പടം ഇറക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ 5-അംഗ സമിതിയിൽ 4 പേരും ഈ ചിത്രത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. ഒരാൾ മാത്രമാണ് ഇതിനെതിരെ രംഗത്ത് വരികയും ഒപ്പം തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്ത് അങ്ങനെയാണ് സിനിമ റിലീസാകേണ്ട തീയതി മാറ്റിവെക്കേണ്ട തരത്തിലേക്ക് പോയതും സിനിമയുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം, ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ചായിരുന്നു നടന്നത്. ഏതാണ്ട് 75,000-ഓളം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ആ ഒരു പരിപാടിയിൽ തന്നെ വിജയുടെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. അതായത് തൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം സിനിമയ്ക്ക് നേരിടേണ്ടി വന്നേക്കാം എന്നുള്ളൊരു സൂചന എന്ന രീതിയിൽ വിജയുടെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു മറുപടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സിനിമാ ലോകത്ത് പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സിലംബരസനും ഒപ്പം തന്നെ JNW അടക്കമുള്ള താരങ്ങൾ ഈ ചിത്രത്തിനെതിരായിട്ടുള്ള സെൻസർ ബോർഡ് നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്ത പശ്ചാത്തലമുണ്ട്. എന്തായാലും നിലവിൽ പൊങ്കലിന് മുമ്പ് റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എവരും ഉറ്റുനോക്കുന്നത്. വിജയ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അവർ എല്ലാ തിയേറ്ററുകളിലും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ അവസാന ചിത്രം എന്ന് പറയുമ്പോൾ പോലും തന്നെ, അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ സജീവമാകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഇത്രയും ഗംഭീരമായി മലേഷ്യയിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം. കാരണം പ്രത്യേകിച്ച് അത് തമിഴ്നാട്ടിൽ വെച്ച് നടത്തിയാൽ, അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച് നടത്തിയാൽ പോലും തന്നെ വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പ്രത്യേകിച്ച് കരൂർ ദുരന്തമൊക്കെ നടന്ന് നമ്മൾ കണ്ടതാണ്. വിജയെ കാണുന്നതിന് വേണ്ടി വിജയുടെ ആരാധകർ കൂടുതൽ പേർ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം, അത് മറ്റൊരു തിക്കിലും തിരക്കിലും പെട്ട് കൂടുതൽ പേർക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുമെന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതൊരു വിദേശത്തേക്ക് ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ച് മാറ്റി വയ്ക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വിജയ ആരാധകരും ഒപ്പം തന്നെ KVK പ്രൊഡക്ഷനും ഈ ഒരു വിധിയെ ഉറ്റുനോക്കുന്നത്. എന്തായാലും അവർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പൊങ്കലിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യാനാകും, തിയേറ്ററിലേക്ക് ചിത്രം എത്തിക്കാനാകുമെന്ന് തന്നെയാണ്. 13-ാം തീയതിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 23-ാം തീയതിയോ ചിത്രം റിലീസ് ചെയ്യാനാകുമെന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ ആഗോളതലത്തിൽ ചില പ്രതിസന്ധികൾ നേരിടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ ഇങ്ങനെ ആഗോളതലത്തിൽ തന്നെ നിരവധി തിയേറ്ററുകളിൽ ബുക്കിംഗ് ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം വന്നതോടുകൂടി റിലീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. ഇനി വരും ദിവസങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടായാൽ അത് അവിടുത്തെ ഈ പറയുന്ന പോലെ തന്നെ തിയേറ്റർ ഉടമകൾക്കും ഒക്കെ വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇനി വഴങ്ങുമോ എന്നുള്ള ചില ആശങ്കകൾ കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 10:30-ക്കാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമ വിധി ഉണ്ടാകുന്നത്. ശരി, NG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിൽ ഹിന്ദുമത വിശ്വാസി ദിബു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിലെ മുഖ്യപ്രതിയായ മുൻ മദ്രസ അധ്യാപകൻ പിടിയിൽ. ധാക്ക മെട്രോപൊളിറ്റൻ പോലീസിന്റെ പിടിയിലായത് യാസിൻ അറാഫത്താണ്. മൃതദേഹം വലിച്ചഴിച്ച് തീ കൊളുത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചതും യാസിനാണ്. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താം.
തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് CPM-ഉം ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിക്ക് കാരണമായതെന്ന് CPI-യും വിലയിരുത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ടാക്കിയ ആഘാതം സംബന്ധിച്ചും മുന്നണിയിലെ പ്രധാന പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം മുന്നണി നേതൃത്വം പരാജയ കാരണം എന്തെന്ന് വിലയിരുത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ നടന്നേക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരും. LDF ജാഥകളും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. LDF-ന്റെ വടക്കൻ മേഖലാ ജാഥയിൽ പാർട്ടി പ്രതിനിധിയായി രാജ്യസഭാംഗം PP സുനീറിനെയും മധ്യമേഖലാ ജാഥയിൽ P സന്തോഷ് കുമാർ MP-യെയും നിയോഗിക്കാൻ ധാരണ. വെള്ളാപ്പള്ളി നടേശനുമായി പരസ്യ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും സെക്രട്ടേറിയറ്റിൽ ധാരണയായിരുന്നു. നിലമ്പൂർ മുൻ MLA PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ചോദ്യം ചെയ്തത്. ED കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വായ്പാ തട്ടിപ്പ്, ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തൽ, അനധികൃത സ്വത്ത് വർധനവ് തുടങ്ങിയ കേസുകളാണ് അൻവറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. നേരത്തെ അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും സുഹൃത്തുക്കളുടെ വീട്ടിലും ED റെയ്ഡ് നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അൻവർ ഒരേ ഭൂമിയിൽ 2 വായ്പ എടുത്തുവെന്നാണ് പ്രധാന പരാതി. കൊല്ലത്തെ വ്യവസായിയും പ്ലാന്ററുമായ മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസ് അന്വേഷണം. ഇതിന് പിന്നാലെയാണ് കള്ളപ്പണ ഇടപാടിൽ ED കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രനെ വിളിച്ചു വരുത്തി ED മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ നമുക്കറിയാം, നമ്മളൊക്കെ സാമ്പത്തിക ആവശ്യം വരുമ്പോൾ ലോൺ എടുക്കുന്നവരാണ്. അങ്ങനെ ഒരു ലോൺ എടുത്ത വ്യക്തി കൂടിയാണ് ഞാൻ. 9 കോടി ലോൺ എടുത്തതിൻ്റെ ഭാഗമായി 5,79,00,000 രൂപ തിരിച്ചടവും നടത്തി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പേയ്മെൻറ്റുകൾ മുടങ്ങിയിട്ടുണ്ട്. ആ ലോണ് KFC-യിൽ നിന്നാണ്, കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന്. അതിൻ്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിലെ വിജിലൻസ് ഞാൻ തട്ടിപ്പിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു എന്ന രീതിയിൽ ഒരു 420 ചീറ്റിംഗ് കേസ് ഇട്ടുകൊണ്ടൊരു കേസെടുക്കുകയുണ്ടായി. ആ കേസിനെ ബലത്തിൽ ഈ FIR-നെ ചൂണ്ടിക്കാണിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ പരാതി കിട്ടിയാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കേണ്ടി വരും. ആ അന്വേഷണം സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇങ്ങനെ അന്വേഷിക്കാനുള്ളൊരു കേസുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസാണ്. അതിൻ്റെ രാഷ്ട്രീയം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കേരളത്തിൽ പിണറായി ഗവൺമെൻറ്റിനെതിരെയും പിണറായിസത്തിനെതിരെയും മരുമാസനത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്ത് തുടങ്ങിയ അന്നു മുതലാണ് നിരവധിയായ കേസുകൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണിത്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിലാണ്. എനിക്കെതിരെയുള്ള നിരവധിയായ കള്ളക്കേസുകളിൽ എപ്പോഴും എനിക്ക് ആശ്വാസമായതും എനിക്ക് നീതി ലഭിച്ചതും കേരളത്തിലെ കോടതികളിൽ നിന്ന് തന്നെയാണ്. ആ കോടതികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേരള ഗവൺമെൻറ് നിലകൊള്ളുന്ന നിലപാടുകൾക്കെതിരെ, കള്ളക്കേസുകൾക്കെതിരെ കോടതിയിൽ പോരാട്ടം തുടരും. അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലുകൾക്ക് കൃത്യമായ ഉത്തരം നൽകാനും എൻ്റെ ഭാഗം വിശദീകരിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരും അത് പരിശോധിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വ പ്രചരണങ്ങൾ തള്ളാതെ MM മണി. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് പ്രതികരണം. MLA പണി നോക്കി പാർട്ടിയിൽ വന്ന ആളല്ല താൻ. കോൺഗ്രസുകാരാണ് പാർട്ടി തീരുമാനിക്കുന്നതിന് മുൻപ് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതെന്നും പരിഹാസം. സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആര് സ്ഥാനാർത്ഥിയാകണം, എങ്ങനെയാണ് ജയ സാധ്യത, എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി തീരുമാനിക്കും. ഞാൻ 2 ടേൺ ആയി എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു. എനിക്ക് ചെയ്യാമെന്ന് നോക്കാൻ ഞാൻ ചെയ്തിട്ടു. ഇനി പിരിയുന്നതിന് മുമ്പ് ഇതും കൂടെ ബാക്കിയും കൂടിയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് താല്പര്യവും ഇതൊരു ഉദ്ഘാടനം നടത്തി വണ്ടി എവിടെ ഇറങ്ങുന്ന നില ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അത് പാർട്ടി പറയണ്ടേ, പാർട്ടി പറയുന്നതിൽ ചെയ്യും. തീരുമാനിക്കണം അവരുടെ വിജയത്തിന് വേണ്ടി. പിന്നെ അതെന്റെ ജോലിയല്ലേ.
അത് ഞാനൊക്കെയാണ് ഇപ്പോൾ MLA പണി നോക്കി പാർട്ടി വന്നതല്ലല്ലോ നമ്മളതിനൊക്കെ എത്രയോ മുമ്പ് വന്നതാ. വർഷം എത്രയാണെന്നറിയോ? തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായ അച്ചടക്ക നടപടി ബാർ കൌൺസിൽ ഇന്ന് പരിഗണിക്കും. 3-അംഗ അച്ചടക്ക സമിതിയാണ് വിഷയം പരിശോധിക്കുന്നത്. നടപടിയുടെ ഭാഗമായി ആന്റണി രാജുവിനും ബന്ധപ്പെട്ട കക്ഷികൾക്കും നോട്ടീസ് നൽകും. വിശദമായ വാദം കേട്ട ശേഷമാകും നടപടികളിലേക്ക് ബാർ കൌൺസിൽ കടക്കുക. ആന്റണി രാജുവിന്റെ നടപടി ഗുരുതരവും നാണക്കേടുമെന്നാണ് ബാർ കൌൺസിലിന്റെ വിലയിരുത്തൽ. കേസിൽ 3 വർഷം തടവിനാണ് നെടുമങ്ങാട് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചത്. ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തെ തുടർന്ന് കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് ഒഴിഞ്ഞ് VK പ്രശാന്ത് MLAയുടെ പുതിയ ഓഫീസ് ഇന്ന് തുറക്കും. തിരുവനന്തപുരം മരുതൻകുഴിയിൽ വൈബ് സൊസൈറ്റി കെട്ടിടത്തിലാണ് ഓഫീസ്. VK പ്രശാന്തിന്റെ ഓഫീസ് കെട്ടിടം ഒഴിയണമെന്ന ആർ ശ്രീലേഖയുടെ ആവശ്യം വിവാദമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ കൊലീബി സഖ്യം ശക്തിപ്പെട്ടതായി CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA. പല പഞ്ചായത്തുകളിലും LDF അധികാരത്തിലെത്താതിരിക്കാൻ കൊലീബി സഖ്യം രൂപപ്പെട്ടു. സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച് മറുപടി പറയണമെന്നും M രാജഗോപാലൻ. ലക്ഷ്യ ക്യാമ്പിലെ ഉദുമ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന വിലയിരുത്തൽ മുഖവിലക്കെടുക്കുന്നില്ലെന്നും M രാജഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചത് ചെറുതല്ലാത്ത ഊർജ്ജമാണ് കാസർകോട്ട്. ജില്ലാ പഞ്ചായത്ത് നിലനിർത്താനായി 3 നഗരസഭകളിൽ 2 നഗരസഭകൾ നിലനിർത്താനായി, അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലും നിലവിലെ നില തന്നെ തുടരാനായി. പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പരിക്കുകളില്ലാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കടന്നു പോകാൻ സാധിച്ചു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള മണ്ഡലങ്ങൾക്ക് പുറമെ കാസർഗോഡും മഞ്ചേശ്വരവും അത് ശക്തമായ പ്രകടനം കാഴ്ചവെക്കാനാണ് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം വലിയ വിവാദം ഉയർന്നിട്ടുള്ളത് BJPക്ക് UDF പിന്തുണ നൽകുന്ന സാഹചര്യം കൂടി കാസർഗോഡ് ജില്ലയിൽ ഉരുത്തിരിച്ചു വന്നിട്ടുണ്ട്. അതും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാണ്. ഏതായാലും നമ്മോടൊപ്പം CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA തന്നെ ചേരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് BJPക്ക് പിന്തുണയുമായി UDF വരുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിലുണ്ട്. 2 പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിലുള്ളത്. എങ്ങനെയാണ് ഇടതുപക്ഷം CPM ഇതിനെ പ്രധാനമായും കാണുന്നത്? രാഷ്ട്രീയ നാണക്കേടാണത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. രാഷ്ട്രീയ നാണക്കേടിൻ്റെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് BJP ആയാലും കോൺഗ്രസ് ആയാലും. കാരണം വളരെ പ്രകടമായ ബാന്ധവമാണ്. മുമ്പ് ബേപ്പൂർ വടകര മോഡലാണ് നമ്മൾ കേരളീയ സമൂഹത്തിന് അത് പരിചിതമായിട്ടുള്ളത്, ഈ കൊലീബി സഖ്യം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പ്രസംഗത്തിൽ വളരെ ശക്തമായ രീതിയിൽ മതേതരത്വത്തെക്കുറിച്ച് പറയുകയും ഇത്തരം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ 4 സീറ്റിനും 10 വോട്ടിനും വേണ്ടി തീർത്തും ഈ രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനാണ് ഈ കൊലീബി സഖ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഇത്തവണ നമ്മുടെ ജില്ലയിൽ ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തായിരുന്നു അതിൻ്റെ ആദ്യ റിഹേഴ്സൽ. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ആദ്യ ദിവസം തെരഞ്ഞെടുപ്പ് നടത്താനേ കൂട്ടാക്കിയില്ല. കാരണം കോറം തികയാണ്ടാക്കി അന്നത്തെ ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള സാഹചര്യം ഒരുക്കുക ചെയ്തത്. അപ്പോൾ BJP കോൺഗ്രസും തമ്മിലൊരു അന്തർധാരയായിരുന്നു. അത് ബഹുമാനപ്പെട്ട കാസർഗോഡ് MP ശ്രീ ഉണ്ണിത്താൻ തന്നെ വളരെ പരസ്യമായി തന്നെ കോൺഗ്രസിനകത്തുള്ള ഈ വിഷയത്തെക്കുറിച്ചും BJPക്കെതിരായിട്ടും പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ കൂടി അദ്ദേഹം പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. അപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് നടന്നില്ല. പിന്നീട് നമ്മൾ കണ്ടത് കൃത്യമായി BJP പിന്നെ UDFന് വോട്ട് ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതാ സംവരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൃത്യമായി BJPൻ്റെ ജനപ്രതിനിധി UDFന് വോട്ട് ചെയ്തു. അതിൻ്റെ പ്രത്യുപകാരം എന്നുള്ള രീതിയിലാണ് തിരിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJPയുടെ പ്രതിനിധിയായിട്ടുള്ള സന്തോഷിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് UDF ആണ്. വളരെ പ്രകടമായിട്ടുള്ള രീതിയാണ്. അതിനേക്കാളേറെ അപകടകരമായിട്ടുള്ള നാണക്കേട് വിതക്കുന്ന ഒരു സംഗതിയാണ് പൈവളിയിൽ നടന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലക്ഷ്യ ക്യാമ്പ് കഴിഞ്ഞതോടുകൂടി UDFൻ്റെ ഒരു അവകാശവാദം ഉദുമ കൂടി ഇത്തവണ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അതായത് ജില്ലയിൽ 3 മണ്ഡലം ഉറപ്പ് എന്നാണ്. നമുക്കറിയാം, ഉദുമ കഴിഞ്ഞ കുറേ കാലങ്ങളായി LDFൻ്റെ ശക്തി കേന്ദ്രമാണ്. LDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. എങ്ങനെയാണ് ആ പ്രസ്താവനയെ കാണുന്നത്? ആ പ്രസ്താവനയെ മുഖവിലക്കെടുക്കുന്നേ ഇല്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിപ്പോൾ ആകെ LDFയുടെ നാട്ടിൽ നിന്ന് ഒലിച്ചുപോയി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സാധാരണ വോട്ടർമാരെ ഈ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനത്തിന് രൂപം നൽകും. ആ രീതിയിലേക്ക് അല്ലേ പോകുന്നത്. കാരണം കൊലീബി സഖ്യം വരുന്നതിൻ്റെ ആപത്ത് നന്നായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ മഞ്ചേശ്വരത്ത് എങ്ങനെയായിരിക്കും ഇത്തവണ? കാരണം ഏറ്റവും കൂടുതൽ BJP വിജയിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എങ്ങനെയായിരിക്കും ഇടതുപക്ഷത്തിന്? ഇല്ല, BJPയുടെ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ UDFന് തന്നെയാണ് കനത്ത ഭൂരിപക്ഷം. അല്ലെങ്കിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് UDFനാണ് കഴിഞ്ഞത്. BJP ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ലയിൽ ദുർബലമാവുകയായിരുന്നു. അതുകൊണ്ട് മാസ് ബേസിന് വലിയ കോട്ടം തട്ടിയെന്ന അഭിപ്രായമൊന്നുമില്ല.
മറിച്ച് കുറേയധികം വോട്ടുകൾ പിന്നെ UDF ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗം വോട്ട് ചിലപ്പോൾ നിഷ്ക്രിയമായിട്ടുണ്ട്. എന്തായാലും BJPക്ക് സ്വാധീനം കുറഞ്ഞു. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിൽ BJPക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ 2 സീറ്റ് ഒന്നായി ചുരുങ്ങി. ഈ മഞ്ചേശ്വരത്ത് UDF-ഉം LDF-ഉം അങ്ങനെ ഒരു മത്സരം അതാണോ നേരത്തെ പറഞ്ഞ ഉദ്ദേശിക്കുന്നത്? അതെ, UDF-ഉം LDF-ഉം മത്സരത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിന പ്രയത്നം വേണ്ടി വരും. കാരണം അവിടുത്തെ പിന്നെ സാഹചര്യങ്ങളുണ്ട്, സംഘടനാപരമായിട്ടുള്ള മുന്നേറ്റം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയണം. എന്നാൽ അവിടെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ശക്തമായി ജനങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയുമെല്ലാം കുടികൊള്ളുന്ന ഒരു മണ്ഡല പരിധിയാണ്. അതുപോലെ ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്. ഒട്ടേറെ ഒരു സങ്കീർണമായ രാഷ്ട്രീയാന്തരീക്ഷമുള്ളൊരു മണ്ഡലമാണ് പിന്നെ മഞ്ചേശ്വരം. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 3 മണ്ഡലങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം മഞ്ചേശ്വരത്തും ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും വ്യക്തമാക്കുന്നത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്ക് നൽകാത്തതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ബോർഡിന്റെ വിശദീകരണത്തിൽ തൃപ്തിയില്ലെന്നും കൂടുതൽ സാവകാശം നൽകാനാവില്ലെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. യഥാസമയം കണക്ക് നൽകിയില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കണക്കറിയിക്കാൻ ബോർഡിന് 1 മാസം കൂടി സാവകാശം നൽകി. സെപ്റ്റംബർ 20-നായിരുന്നു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം. ഇടുക്കി മൂന്നാറിൽ ഇന്നലെ വൈകുന്നേരം കാട്ടാനക്കൂട്ടമിറങ്ങി. വിനോദസഞ്ചാരികൾ ഏറെ കടന്നുപോകുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ബൊട്ടാനിക് ഗാർഡന് സമീപത്താണ് കാട്ടാന ഇറങ്ങിയത്. 2 കുട്ടിയാനയ്ക്കൊപ്പം തള്ളയാനയുമാണ് ഉണ്ടായിരുന്നത്. തേയിലക്കാട്ടിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തെ കാണാൻ നിരവധി സഞ്ചാരികളാണ് റോഡിന്റെ ഇരുഭാഗങ്ങളിലും തടിച്ചുകൂടിയത്. ഇതോടെ പോലീസും വനപാലകരും സ്ഥലത്തെത്തി ആനകൾക്ക് റോഡ് മുറിച്ചു കടന്ന് കാട്ടിലേക്ക് പോകാൻ സൗകര്യമൊരുക്കി. വർഷത്തോളം പഴക്കമുള്ള വയനാട്ടിലെ അമ്പലവയൽ ആനപ്പാറ പാലം ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. 1954-ൽ പണിത പാലത്തിന്റെ കൈവരികൾ തകരുകയും അടിഭാഗം പൊട്ടിപ്പൊളിയുകയും ചെയ്തിട്ടും അധികൃതർ വേണ്ട നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. സ്കൂൾ വാഹനങ്ങൾ അടക്കം 100 കണക്കിന് വാഹനങ്ങളും കാൽനടയാത്രക്കാരായ സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവരുമാണ് നിത്യവും ഭീതിയോടെ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണിത്. KSRTC ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, വലിയ ലോറികൾ, ടിപ്പറുകൾ തുടങ്ങി ഭാരമേറിയ വാഹനങ്ങളെല്ലാം ഇതുവഴിയാണ് പോകുന്നത്. അന്യസംസ്ഥാനത്തിലേക്കുള്ള ചരക്ക് വാഹനങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. പാലത്തിന് വീതി കുറവായതിനാൽ ഒരു വശത്ത് നിന്ന് വലിയ വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർക്കും മറുഭാഗത്തെ വാഹനങ്ങൾക്കും വഴിമാറാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. കുട്ടികളടക്കമുള്ള കാൽനടയാത്രക്കാർക്ക് ഇത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് അടർന്നു വീണു തുടങ്ങിയതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പാലം പണിയുമെന്നത് മുന്നണികളുടെ പ്രധാന വാഗ്ദാനമാണ്. എന്നാൽ വോട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാവിലെ നിരവധി സ്കൂൾ ബസ്സുകൾ, 10 ബസ്സുകളിൽ കൂടുതൽ സ്കൂൾ ബസ്സുകളും വിദ്യാർത്ഥികളും KSRTC നിരവധി വാഹനങ്ങൾ, 1000-ൽ കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു പാലം, 2 വരി പാത, അപ്പുറത്തും ഇപ്പുറത്തും ഇതിൻ്റെ സെൻറ്ററിൽ ഇടുങ്ങിയൊരു പാലം. വളരെ ശോചനീയാവസ്ഥയാണ്. അതിൻ്റെ കൈവരികൾ 2 ഇടുങ്ങി ദ്രവിച്ച് തൂങ്ങി നിൽക്കുകയാണ്. ഏത് സമയം താഴെ പുഴയിലേക്ക് തോട്ടിലേക്ക് വീഴുന്ന രീതിയിലാണ്. വളരെ ഒരു കാൽനട യാത്രക്കാരന് നമുക്ക് പോലും അങ്ങോട്ട് നടന്നു പോകണമെങ്കിൽ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം. ചില സമയം 10-15 മിനിറ്റ് ഇവിടെ വാഹനങ്ങൾ ബ്ലോക്കാവും. മറ്റൊരു വാഹനം കടന്നു പോയിട്ട് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു വലിയ അപകടം നടന്നതിന് ശേഷം മാത്രം നടപടിയെടുക്കാം എന്നാണോ അധികൃതർ കരുതുന്നതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ പാലം എത്രയും വേഗം നവീകരിക്കണമെന്നാണ് ആവശ്യം. ജയരാജ് ബത്തേരി, ന്യൂസ് 18, വയനാട്. വിളവെടുപ്പ് ആരംഭിച്ചതോടെ കാപ്പിക്കുരുവിന് വൻ വിലയിടിവ്. 2 മാസത്തിനിടെ 1 കിലോ കാപ്പിക്കുരുവിന്റെ വില 50 രൂപയും കാപ്പി പരിപ്പിന്റെ വില 75 രൂപയും കുറഞ്ഞു. വിളവെടുപ്പ് സമയത്ത് വിലക്കുറവുണ്ടാകുന്നത് കർഷകരെ കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത്. 2 മാസം മുൻപ് വരെ റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പിക്കുരുവിന് കിലോ 240 രൂപയായിരുന്നു. എന്നാൽ ഡിസംബർ അവസാനമായപ്പോൾ ഇത് 190 രൂപയായി ഇടിഞ്ഞു. കാപ്പിപ്പരിപ്പിന് 2 മാസം മുൻപുണ്ടായിരുന്ന 450 രൂപ ഇപ്പോൾ 370 രൂപയായും കുറഞ്ഞു. ഇടുക്കി ജില്ലയിൽ മാത്രം 150-ലധികം വൻകിട എസ്റ്റേറ്റുകളും 20,000-ഓളം ചെറുകിട കാപ്പി കർഷകരുമുണ്ട്. വർഷത്തിൽ ഒരു തവണ മാത്രമുള്ള വിളവെടുപ്പ് വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ നോക്കിക്കാണുന്നത്.
അതുകൊണ്ട് തന്നെ കാപ്പിക്കുരുവിന്റെ വിലയിടിവ് നികത്താനാകാത്ത നഷ്ടമാണ് എല്ലാവർക്കും സമ്മാനിക്കുന്നത്. വിളവെടുപ്പ് സമയത്ത് തൊഴിലാളികൾക്ക് ദിവസവും കൂലിയായി 800 രൂപ നൽകണം. കാലതാമസം കൂടാതെ വിളവെടുപ്പ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കാപ്പിക്കുരു കൊഴിഞ്ഞു വീഴും. കിളികളും മണ്ണാനും ഉൾപ്പെടെയുള്ളവ ഭക്ഷിക്കുന്നതും പതിവാണ്. ഇതെല്ലാം അതിജീവിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും ലാഭം ലഭിക്കൂ. എന്നാൽ വിളവെടുപ്പ് സമയമാകുമ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടക്കണക്കാണ് കാപ്പി കർഷകർക്ക് പറയാനുള്ളത്. ഈ സാഹചര്യത്തിൽ കോഫി ബോർഡ് ഉൾപ്പെടെയുള്ള സർക്കാർ വിഭാഗം വേണ്ട സഹായം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കൂടരഞ്ഞി പൂവാറം തോട് പാറ പൊട്ടിച്ചതിനെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരമില്ല. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കം കുറിച്ചു. ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനികളാണ് മേഖലയിൽ പാറ ഖനനം നടത്തിയത്. കൂടരഞ്ഞി പൂവാറം തോട് പുതുതായി നിർമ്മിക്കുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മേഖലയിൽ പാറ ഖനനം നടത്തിയത്. കരാർ കമ്പനികളായ ആര്യാകോൺ, PCG കമ്പനികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തികൾ. എന്നാൽ ഇതിന് പിന്നാലെ പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങി. തുടർന്ന് നാട്ടുകാർ KSEB അധികൃതരെയും കരാർ കമ്പനികളെയും വിവരമറിയിച്ചു. പാറ പൊട്ടിച്ചു തീരുന്ന മുറയ്ക്ക് വീടുകൾ പുനർനിർമ്മാണം നടത്തി വാസയോഗ്യമാക്കുമെന്നായിരുന്നു അവരുടെ ഉറപ്പ്. എന്നാൽ 6 മാസമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് MLA ലിൻഡോ ജോസഫ് വിളിച്ചു ചേർത്ത യോഗത്തിൽ കേടുപാടുകളുള്ള വീടുകളുടെ പ്രവൃത്തി ജനുവരി 5-ന് ആരംഭിക്കുമെന്ന് കരാർ കമ്പനി ആവർത്തിച്ചു. എന്നാൽ യാതൊരു നടപടിയും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ജനുവരി 5-ാം തീയതി ലാസ്റ്റായിട്ട് വർക്ക് തുടങ്ങാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് തുടങ്ങാത്ത സാഹചര്യത്തിലാണ് നമ്മൾ സമരത്തിലേക്ക് പോയത്. 2.5 വർഷം മുന്നേ കേടുപാടുകൾ സംഭവിച്ചതാണ്. നിലവിൽ ഇത്രയും നാളായിട്ട് ഒരു നീതിയായിട്ട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നിലവിലെ പദ്ധതിൻ്റെ ഭാഗമായിട്ട് പാറ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ പാറ പൊട്ടിച്ച് ഇറക്കിയ സമയത്താണ് നമുക്കിത് വന്നത്. 25 വീടുകൾക്കും ഒരു കന്യാസ്ത്രീ മഠത്തിനും പൂവാറം തോട് ഗവൺമെന്റ് LP സ്കൂളിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കരാർ കമ്പനികളും ഭരണകർത്താക്കളും മൗനം തുടരുന്നത് കാരണം പൂവാറം തോട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. എല്ലാ ഭിത്തിക്കും വിള്ളൽ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലെ എല്ലാ 4 ഭിത്തികൾ, ഒരു മുറിയുടെ 4 ഭിത്തികൾക്കും വിള്ളൽ വന്നിട്ട് നല്ല വിള്ളലുകളാണ് വന്നിരിക്കുന്നത്. വിള്ളലില്ലാത്തൊരു ഭിത്തി പോലും ഇല്ല. അതുപോലെ വന്ന് 4 വർഷമായുള്ളൂ കോൺവെന്റ് പണിതിട്ട്. ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ പിന്നെയാണ് ഇതുപോലെ വിള്ളലുകൾ വന്നത്. പറഞ്ഞ വാക്ക് പാലിക്കാത്തതാണോ ഈ സമരത്തിൽ സ്ഥാനം? അതെ, അവർ പറഞ്ഞിരുന്നു. പറഞ്ഞായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് അട്ടപ്പാടിയിൽ നിന്നും കാടിറങ്ങി വന്ന വനസുന്ദരി. അട്ടപ്പാടിയുടെ തനത് രുചിയിൽ തയ്യാറാക്കുന്ന വനസുന്ദരി കഴിക്കാൻ എത്തുന്നവരുടെ തിരക്ക് നിയന്ത്രണാതീതമായതോടെ പുതിയ കൗണ്ടർ തുറന്നാണ് പരിഹാരം കണ്ടത്. കാടിറങ്ങി വന്ന് തരംഗമായതിന് പിറകെയാണ് ഇപ്പോൾ വനസുന്ദരി കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ ചരിത്രം സൃഷ്ടിക്കുന്നത്. മേളയുടെ ആരംഭം മുതൽ ഫുഡ് കോർട്ടിൽ സജ്ജമാക്കിയ അട്ടപ്പാടിയിലെ വനസുന്ദരി എന്ന ചിക്കൻ വിഭവത്തിന് ആവശ്യക്കാർ ഏറെയാണ്. മേളയുടെ 5-ാം ദിവസം വൈകുന്നേരത്തോടെ വനസുന്ദരിക്ക് വേണ്ടി നിയന്ത്രണാതീതമായ തിരക്ക് നിയന്ത്രിക്കാൻ വഴിയില്ലാതായതോടെ പുതിയൊരു കൗണ്ടർ തുറന്ന് പരിഹാരം തേടി. അവിടെയും കുറഞ്ഞ സമയം കൊണ്ടെത്തിയത് 100 കണക്കിന് പേർ. വൈകുന്നേരത്തോടുകൂടി വനസുന്ദരിക്ക് മാത്രമുണ്ടായത് 3 ലക്ഷത്തിലധികം രൂപയുടെ കച്ചവടം. അട്ടപ്പാടിയുടെ വനസുന്ദരി എന്ന പരിപാടി അത് ഒരു കൗണ്ടറിൽ നമുക്ക് നിർത്താൻ കഴിയാത്ത തിരക്കുമുണ്ട്. ഏകദേശം ഒരു ദിവസം 2 ലക്ഷം രൂപയിലധികം ബിസിനസ് നടക്കുന്ന സ്ഥിതി വന്നപ്പോൾ നമുക്ക് കൊടുത്തെത്തിക്കാൻ കഴിയാതെ വന്നു. ഇന്ന് വീണ്ടും 2ാമത്തെ കൗണ്ടർ തുറന്നു. പക്ഷേ 2 കൗണ്ടറിലും തുല്യമായ തിരക്കാണ്. വനസുന്ദരി തേടിയെത്തുന്നവർക്കും വിഭവത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം. അട്ടപ്പാടി കൂക്കമ്പാളയം ആദിവാസി ഉന്നതിയിലെ രുചിപ്പൂരം കുടുംബശ്രീ അംഗങ്ങളാണ് വിഭവം തയ്യാറാക്കുന്നത്. പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും ചില പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുത്താൽ വനസുന്ദരി തയ്യാറാകും. ന്യൂസ് 18 പട്ടാമ്പി. ഇന്നത്തെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.